നായകനേ വരൂ എന്നുള്ളം കാത്തിരിപ്പൂ പൊൻതൂമന്ദഹാസവുമാ വിണ്ണിൻ വാതിൽ തുറന്നു വരൂ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ, കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. ദിവ്യകാരുണ്യനായകനേ വരൂ എന്നുള്ളം കാത്തിരിപ്പൂ എൻ്റെ ആത്മത്തിലില്ലായ്മയും എൻ്റെ അകതാരിൽ വല്ലായ്മയും എൻ്റെ ആത്മത്തിലില്ലായ്മയും എൻ്റെ അകതാരിൽ വല്ലായ്മയും സർവ്വമേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. സർവ്വമേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ, കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. ഞങ്ങളുടെ മുൻപിൽ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവന്റെ അപ്പമായി ആത്മാവിൻ്റെ ഭോജനമായി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ഈ ലോകത്തിൽ ആനന്ദിക്കുവാൻ പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യനാഥനോടുള്ള ബന്ധം മാത്രം മതി. വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഈ വചനത്തിൻ്റെ അർത്ഥത്തിൽ നിന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് ഈ നിമിഷം നമുക്കും ആയിരിക്കാം. മലമുകളിൽ രൂപാന്തരീകരണ വേളയിൽ ഈശോയോട് പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. പത്രോസിൻ്റെ ഈ മനോഭാവത്തോടുകൂടി ഈശോയോട് ചേർന്നിരിക്കുന്ന ഒരു ജീവിതം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദമാകുന്ന, സന്തോഷമാകുന്ന, നിർവൃതി നൽകുന്ന നിമിഷങ്ങളാണ് വിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുന്നത്. ഡൊമിനിക് സാവിയോ പറഞ്ഞതുപോലെ, ഈശോയോട് ചേർന്നിരിക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഈ വാക്കുകളെ ഒരിക്കൽ കൂടി ഓർക്കാം. ഈശോയോട് ചേർന്നിരിക്കുന്ന, ആത്മീയ നിർവൃതി നൽകുന്ന ഈ നിമിഷങ്ങളിൽ തമ്പുരാനോട് ചേർന്ന് നമുക്കും ഇരിക്കാം. മറിയം ഈശോയുടെ പാദത്തെങ്കിലിരുന്നു കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളും കഷ്ടതകളും ഒക്കെ മറന്ന്
കർത്താവ് പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ആയിരുന്നു. മറിയത്തെ പോലെ നമുക്കും ഇരിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ഈ ജീവിതത്തിൽ നമുക്ക് അനുഭവമായി തീരുക വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം. പലപ്പോഴും വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ വിരസത തോന്നുന്നത് ഈ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരാത്തത് കൊണ്ടാണ്. നാഥനെ ഒന്ന് നോക്കാം. അവൻ നമ്മെ നോക്കിയിരിക്കുകയാണ്. തന്നെ സ്നേഹിക്കുന്നവരുണ്ടോ, തന്നെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് ഉറ്റുനോക്കി എന്ന സങ്കീർത്തന വചനം പോലെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും നോക്കുകയാണ്. തന്നെ സ്നേഹിക്കുന്നവർ ഉണ്ടോ എന്ന്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്: തന്നോട് കൂടെ ആയിരിക്കുവാൻ അവിടുന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യനോടൊപ്പമായിരിക്കുവാനുള്ള അദമ്യമായ ആഗ്രഹത്തോടെ ഈശോ വിശുദ്ധ കുർബാനയായി, അപ്പമായി ഇന്ന് ഈ ഭൂമിയിൽ അവതരിച്ചു. ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കുകയാണ്. ഈ നാഥൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നമുക്കിരിക്കാം. നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റെ വചനങ്ങളോട് ചേർത്ത് വെച്ച് ആരാധിക്കാം. തമ്പുരാനെ മാത്രം നോക്കാം. കുർബാനയിലെ ക്രിസ്തുവിൻ്റെ മുൻപാകെ നിൽക്കുന്നതിലൂടെ നാം വിശുദ്ധരാകുന്നു എന്ന് വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിറ്റീസ് നമ്മെ ഓർപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിൽക്കുന്നവൻ വിശുദ്ധരായി തീരുന്നുവെങ്കിൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ വിശുദ്ധ കുർബാന നമ്മളെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മുൻപിലായിരുന്ന മോശ മല വിട്ടിറങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ അവൻ്റെ മുഖത്ത് പ്രകാശിതമായിരുന്നു. അതുകൊണ്ട് ഒരു മൂടുപടം മോശ ധരിച്ചു. ഇസ്രായേൽക്കാർ മോശയെ നോക്കാൻ ഭയപ്പെട്ടു. അതുപോലെ വിശുദ്ധ കുർബാനയെ നോക്കുന്നവർ, വിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുന്നവർ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ള ഒരു അവബോധം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. കർത്താവിനോട് ചേർന്ന് ആയിരിക്കാം. ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈശോയുടെ നേരെ നോക്കിയിരുന്നു കൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കുവാൻ, അവൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ വിശുദ്ധരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ നിമിഷങ്ങളിൽ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 21-22 വചനങ്ങളിൽ പിതാവായ ദൈവം നമ്മോട് ഇപ്പോഴോട് അരുളി ചെയ്യുന്നു: യാക്കോബേ, നീ ഇവ ഓർമ്മിക്കുക, ഇസ്രായേലെ ഓർമ്മിക്കുക. നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലെ, നിന്നെ ഞാൻ വിസ്മരിക്കുകയില്ല. കാർമേഘം പോലെ നിൻ്റെ തിന്മകളെയും മൂടുമഞ്ഞ പോലെ നിൻ്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓർക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 21-22 തിരുവചനത്തിലൂടെ പ്രവാചകൻ നമ്മളോട് അരുളി ചെയ്യുകയാണ്: നിൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ തുടച്ചു നീക്കിയിരിക്കുന്നു, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു,
നീ തിരിച്ചു വരിക. ധൂർത്തപുത്രനെ പോലെ ഒരു തിരിച്ചറിവുണ്ടാകുവാനും അത് തിരുത്തുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് മനസ്സിൻ്റെ രൂപാന്തരണപ്പെടുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഈ പാട്ടിൻ്റെ ഈരടിയോട് ചേർന്ന് എൻ്റെ മനസ്സും ശരീരവും ആത്മാവും വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. എല്ലാ ഭക്തകൃത്യങ്ങളിലും വെച്ച് വിശുദ്ധ കുർബാനയിലെ ക്രിസ്തുവിനെ ആരാധിക്കുന്നതാണ് ഏറ്റവും മഹനീയം. അതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരവും നമുക്ക് ഏറ്റവും സഹായകരവും. വിശുദ്ധ അൽഫോൻസ് ലിഗൗരി നമ്മെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ കുർബാനയിൽ എല്ലാ ഭക്തകൃത്യങ്ങളുടെയും കേന്ദ്രമാണ് എന്ന് വിശുദ്ധൻ നമ്മെ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്തുതിയുടെയും ആരാധനയുടെയും കൃതജ്ഞതയുടെയും യാചനകളുടെയും എല്ലാം കേന്ദ്രം വിശുദ്ധ കുർബാനയാണ്. അഥവാ ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ പ്രകരണങ്ങളെല്ലാം നടക്കുന്നു എന്ന് വിശുദ്ധൻ നമ്മെ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ താഴ്മയോടെ ഇരുന്നു കൊണ്ട് ആരാധിക്കാം. മാലാഖമാര്, വിശുദ്ധര് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ ആയിരിക്കുന്നവനും വരാനിരുന്നവനും വരാനുള്ളവനുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്നത് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങളിൽ കാണുന്നുണ്ട്. ഈ വചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് കർത്താവ് സ്തുതികളിൽ വാഴുന്നവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ വിശുദ്ധരുടെ പ്രാർത്ഥനകളാവുന്ന സ്തുതിപ്പുകൾ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ നിന്ദിക്കുന്ന മനുഷ്യൻ്റെ മുൻപിൽ ദൈവത്തെ ഏറ്റുപറയുന്ന മനുഷ്യരായി നമുക്ക് ഈ നിമിഷം ആയിരിക്കാം. കൈത്താളമേളങ്ങളോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ പാട്ടുപാടി സ്തുതിക്കുന്ന മിരിയാമിനെയും ദാവീദിനെയും എല്ലാം നമ്മൾ വചനത്തിലൂടെ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനെ സ്തുതിക്കുമ്പോൾ അത് അനുഗ്രഹമായിട്ട് നമുക്ക് മാറും. തടവറയിൽ അപ്പസ്തോലന്മാർ സ്തുതിച്ചു പാടിയപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു വീണു, തടവറകൾ തുറക്കപ്പെട്ടു. കർത്താവിൻ്റെ സന്നിധിയിൽ സ്തുതിപ്പിൻ്റെ സംഗീതം കേൾക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഒക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ നിമിഷം ഈ ഒരു മനോഭാവത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് തമ്പുരാനെ സ്തുതിക്കാം. നമ്മുടെ അധരങ്ങൾ കർത്താവിനെ ഹൃദയവിചാരത്തോടു കൂടെ ആയിരുന്നുകൊണ്ട് അധരങ്ങളോടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ സ്തോത്രം. വിശുദ്ധ കുർബാനയിലായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല 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 ഹല. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. ഹല 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 ഹല. ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. ഹല 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 ഹല. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. ഹല 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 ഹല.
ദിവ്യകാരുണ്യമേ ആരാധന, ജീവിക്കും ദൈവമേ ആരാധന. 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 ആരാധന 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 ആരാധന. പാപവിമോചകനെ ആരാധന, സൗഖ്യമേകും നാഥനെ ആരാധന. പാപവിമോചകനെ ആരാധന, സൗഖ്യമേകും നാഥനെ ആരാധന. കുർബാനയായവനെ ആരാധന, കൂടെ വാഴുമേശുവേ ആരാധന. കുർബാനയായവനെ ആരാധന, കൂടെ വാഴുമേശുവേ ആരാധന. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 അഭിഷേകമായി കടന്നു വരണമേ യേശുവേ, ശക്തിയായി അയക്കണം യേശുവേ, വിടുതൽ തരണമേ, രോഗത്തിന് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവേ അപ്പ ആരാധിക്കുന്നു, യേശു അപ്പ ആരാധിക്കുന്നു, യേശു അപ്പ ആരാധിക്കുന്നു. ഓ ദൈവമേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന, യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാൽപ്പത്തിയാറാം സങ്കീർത്തനം 10-ാം തിരുവചനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് അരുളി ചെയ്യുന്നു, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ശാന്തമായിട്ട് നമുക്കിരിക്കാം. നമ്മുടെ എല്ലാ വേദനകളും കുറവുകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കുറവുകളെ നിറവുകളാക്കുന്ന നല്ല തമ്പുരാൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നതെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും യേശുവിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പൂർണ്ണമായി മാനസികമായി വ്യഥ അനുഭവിക്കുന്നവർ, ശാരീരികമായി രോഗപീഠകൾ അനുഭവിക്കുന്നവർ, പ്രാർത്ഥിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന, ആത്മീയമായി സങ്കടപ്പെടുന്നവർ, എത്ര പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം കിട്ടുന്നില്ല എന്ന വഴി നിരാശയിലേക്ക് കടന്നു പോകുന്നവർ എല്ലാവരും ദീപികാരുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നു, നീ ശാന്തമായിരുന്നാൽ മതി, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കെതിരെയും യുദ്ധം ചെയ്യുവാൻ ദൈവം സന്നദ്ധനാണ്. പക്ഷെ നീ ശാന്തനായിരുന്നാൽ മതി. ശാന്തമായി ദൈവസന്നിധിയിൽ
നമുക്കിരിക്കാം. അതുതന്നെയല്ലേ സങ്കീർത്തനൻ നമ്മളോട് പറയുന്നത്? ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ശക്തിയിലോ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബലഹീനതയിലാണ് ദൈവം നമുക്ക് ശക്തി പ്രകടമാക്കുന്നത്. അതേ പൗലോസ്ലീഹായോട് പറഞ്ഞില്ലേ, നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പൂർണ്ണ ബലഹീനതകളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഞാൻ ഒന്നുമല്ല എന്ന ചിന്ത എന്നെ നയിക്കുമ്പോൾ, എന്നെ ശക്തനാക്കുന്നത്, എല്ലാ പ്രവൃത്തികൾക്കും എന്നെ പ്രാപ്തനാക്കുന്നത് എൻ്റെ നല്ല ദൈവമാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ചിന്തകളെയും ദൈവകാരുണ്യ സന്നിധിയിൽ നമുക്ക് സറണ്ടർ ചെയ്യാം, സമർപ്പിക്കാം. പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം തിരുവചനം നമ്മോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി ലഭിക്കും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നീ നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീറുറവയും പോലെ ആകും. അതെ, കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തി ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും, ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും, മരുഭൂമി അനുഭവമുണ്ടായാലും നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ പൂർണ്ണമായി കരുതിക്കൊള്ളും, വഴി നടത്തിക്കൊള്ളും. നിന്റെ ശക്തനാക്കുന്നവൻ നിന്നിൽ നിന്നൊരിക്കലും മറഞ്ഞിരിക്കുകയില്ല. ആ ദൈവസന്നിധിയിലേക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ഈശോയെ ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്തോത്രം. ഈശോനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ഏറ്റെടുക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. വിട്ടുകൊടുക്കുമ്പോൾ അവിടുന്ന് എല്ലാം ഏറ്റെടുക്കും. ഈ ഒരു ബോധ്യത്തോടു കൂടെ ദിവികാരുണ്യനാഥനോട് ചേർന്ന് നമുക്കായിരിക്കാം. വിശുദ്ധരുടെ വചനങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ ആനന്ദം. തമ്പുരാനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരാകും. എല്ലാ ബലികളുടെയും ആരാധനയുടെയും സ്തുതികളുടെയും കീർത്തനത്തിൻ്റെയും ഒക്കെ ആഴമായിട്ടുള്ളതും ഏറ്റവും ഉന്നതവുമായിട്ടുള്ളത് വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യവുമാണ് എന്ന വചനങ്ങളിലൂടെ നമുക്ക് ഈ നിമിഷം വ്യാപരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റെ മുൻപിൽ സമർപ്പിക്കാം. ഈശോയെ, അന്ധൻ പ്രാർത്ഥിച്ചതുപോലെ, കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ, തളർവാദ രോഗി പ്രാർത്ഥിച്ചതുപോലെ സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഈശോ ഇതാ കരം നീട്ടി നമ്മെ അനുഗ്രഹിക്കുന്നു. അവൻ്റെ മുൻപിൽ താഴ്മയോടെ ആയിരുന്നുകൊണ്ട് അവൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മുടെ ശിരസ്സുകൾ നമിച്ച് നമുക്ക് ആയിരിക്കാം. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം
ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു